പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്കിന്ന് രാത്രിയിലും ദൈവവചനത്തിന് മുമ്പാകെ അല്പസമയം കടന്നു വന്ന് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ വേദഭാഗങ്ങൾ ധ്യാനിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. അതിൻ്റെ 4-ാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് തീർക്കുവാനിടയായി. 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. 4-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചത് 2 ഉദാഹരണങ്ങൾ, 2 വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 4-ാം അധ്യായം അവസാനിക്കുന്നത്. ആദിമസഭയ്ക്ക് ഉണ്ടായിരുന്ന പൊതുവായ ചില സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അതിൽ 2 ഉദാഹരണങ്ങൾ, ഒന്ന് ബർന്നബാസിനെ കുറിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നൽകി അവസാനിപ്പിച്ചതിന് ശേഷം മറ്റൊരു കുടുംബത്തിൻ്റെ സാക്ഷ്യം കൂടെ ഓർപ്പിച്ചാണ് ആ ഭാഗം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 4-ന്റെ ഒടുവിൽ നമ്മളിങ്ങനെ വായിച്ചു, പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേര് വിളിച്ച കുപ്രോസ് ദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഈ വാക്യങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലും 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലും ആത്മനിറവ് പ്രാപിച്ച ദൈവജനത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പൊതുവായി അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ജീവിതത്തെ കാണുന്ന അവരുടെ വീക്ഷണത്തിൽ വന്ന മാറ്റം, അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള കാഴ്ചപ്പാടിൽ വന്ന വ്യത്യാസങ്ങൾ, ഇവയെല്ലാം തന്നെ വളരെ സമാനമായി 2 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അത് വളരെ പ്രാധാന്യമുള്ള വേദഭാഗങ്ങളാണ്. അതുകൂടാതെ ഈ ലോകത്തിൻ്റെ വസ്തുവകകളോടുള്ള അവരുടെ മനോഭാവത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവരുടെ ഇടയിൽ മുട്ടുള്ളവർ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല, മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അത് നിർബന്ധപൂർവമല്ലായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ നിർബന്ധപൂർവം അവരുടെ ഉടമസ്ഥാവകാശമെല്ലാം നഷ്ടപ്പെടുത്തി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചെന്നല്ല, ആവശ്യം നേരിടുന്ന സമയത്ത് പരസ്പരം സഹായിക്കുവാനുള്ള മനസ്സോടുകൂടെ അവർ ആ കാര്യങ്ങൾ ചെയ്തു വന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ പൊതുവായ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കുവാനിടയായത്. അത് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വളരെ ഉത്തേജനം നൽകുന്ന ആദിമസഭയുടെ ആത്മനിറവ് പ്രാപിച്ച ദൈവജനത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതയെക്കുറിച്ചുള്ള അനുഗ്രഹീതമായ ചില ഭാഗങ്ങളാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചത്. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ മറ്റൊരു ഉദാഹരണത്തോടുകൂടെ ആരംഭിക്കുകയാണ്. മറ്റൊരു കുടുംബം ഇതുപോലെ തന്നെ ദൈവസന്നിധിയിൽ അവരെന്ത് ചെയ്യുന്നു, തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ്. 5-ാം അധ്യായം തുടങ്ങുന്നത് അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. അപ്പോൾ മറ്റൊരു കുടുംബം ഒരു ആവശ്യം അവർക്ക് നേരിട്ട് കാണും. ആ ആവശ്യത്തിൻ്റെ പുറത്ത് മറ്റൊരു കുടുംബം അതിനുവേണ്ടി തയ്യാറായി മുമ്പോട്ട് വരുന്നു. അവർ തങ്ങൾക്കുള്ളത് വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവരുന്ന ഒരു ചരിത്രമാണ് അവിടെ ആരംഭിക്കുന്നത്. എന്നാൽ അവിടെ നമുക്കതിൽ നിന്ന് വ്യത്യസ്തമായി കാണുവാൻ കഴിയുന്നത് ഈ 5-ാം അധ്യായം 5-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അനന്യാസ് സഫീറ എന്ന ആ കുടുംബത്തിൻ്റെ വിവരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ സംഭവം അറിയാം. പല സന്ദർഭങ്ങളിൽ നമുക്ക് പല നിലകളിൽ ആ ഭാഗത്തെ വ്യാഖ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. എന്താണ് അവിടെ നിന്ന് പ്രധാനമായും 2-3 കാര്യങ്ങൾ നമുക്ക് എപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ടതായ 2-3 കാര്യങ്ങൾ. ഈ അപ്പോസ്തല പ്രവൃത്തികൾ ഒരു ചരിത്ര പുസ്തകം എന്നുള്ള നിലയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുമ്പോൾ 4-ാം അധ്യായം വരെ നമ്മൾ ആ ചരിത്രം വായിച്ചു വരുമ്പോൾ സഭ വളരെ ശക്തമായി മുമ്പോട്ട് പോകുന്നു. ദൈവജനം ആത്മനിറവോടെ കർത്താവിൻ്റെ സാക്ഷികളായി 4-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ 3-ാം അധ്യായത്തിൽ തുടങ്ങുന്ന എതിർപ്പിൻ്റെ പശ്ചാത്തലം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വളരെയധികം പീഡകൾ അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് പറഞ്ഞ് തർജ്ജനം ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ദൈവശക്തി ആർജിച്ച് അവർ മുമ്പോട്ട് പോകുന്നൊരു സന്ദർഭമാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവരെ തടഞ്ഞു നിർത്തുവാൻ പിശാചിൻ്റെ തന്ത്രങ്ങൾക്കൊന്നും കഴിയാതെ വരുന്നു. അവർ ശക്തരായി കർത്താവിന് വേണ്ടി മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ 5-ാം അധ്യായത്തിൽ കാണുന്ന ഒരു പ്രതിസന്ധി അവർക്ക് നേരിടുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ആ നിലയിൽ നമ്മളത് മനസ്സിലാക്കുമ്പോൾ അത് ദൈവസഭയുടെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുവാൻ
അല്ലെങ്കിൽ ദൈവസഭയുടെ മുന്നേറ്റത്തെ തടയുവാനായിട്ട് സാത്താൻ കൊണ്ടുവരുന്ന ഒരു തന്ത്രമാണ് എന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ തന്നെ ആ പാസേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പുറമേ നിന്നുള്ളതായ എതിർപ്പുകൾ വളരെ ശക്തമായി വന്ന സമയത്ത് ദൈവസഭ ചെയ്തത് എന്താണെന്ന് നമ്മൾ വായിച്ചു. അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അതിനെ ജയിക്കുവാനിടയായി. അധികാരികളിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമല്ല അന്നുണ്ടായിരുന്നത്. അത് ഏറി വരുന്തോറും ദൈവജനം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അവർ ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം അവരെ ശക്തീകരിച്ചു. എന്നാൽ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ നേരെ തിരിച്ചാണ്. അവരുടെ ഇടയിലുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സാത്താൻ അവരുടെ ഹൃദയത്തെ കൈവശമാക്കി ദൈവസഭയുടെ വളർച്ചയെ. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോഴെല്ലാം ഉയർന്നു വരുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. പലരും അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം ഇങ്ങനെ ഇത്ര കഠിനമായ ഒരു ന്യായവിധി എന്തുകൊണ്ട് അനന്യാസിനും സഫീറയ്ക്കും കൊടുത്തു എന്നൊരു ചോദ്യമുണ്ട്. ഇത് പുതിയ നിയമ ഭാഗത്തെ ഒരു സംഭവമാണല്ലോ. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ കഠിനമായൊരു വിധി അല്ലെങ്കിൽ ഒരു ശിക്ഷ അവർക്ക് കൊടുത്തത്? അവർക്ക് അനുഭവിക്കാനുള്ള സമയമില്ലായിരുന്നോ? അല്ലെങ്കിൽ അതിനുള്ള അവസരം കൊടുത്തില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട്. വേറൊരു കൂട്ടർ പറയുന്നത് ഇതിന് മുഖാന്തരമായി തീർന്ന പത്രോസാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല നിലയിൽ ഈ വേദഭാഗങ്ങളെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. നാം ഇത് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഈ തിരുവചനം നമ്മൾ പഠിക്കുമ്പോഴെല്ലാം അതിൻ്റെ പിന്നിലുള്ള ചരിത്ര പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടവരാണ്. വേദപുസ്തകത്തെ ആഗോളമായി മുഴുവനായി നമ്മൾ വീക്ഷിക്കുമ്പോൾ പഴയ നിയമത്തിൽ ദൈവം ഇടപെടുന്ന പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. നമുക്കറിയാം, ന്യായപ്രമാണം കൊടുക്കുന്ന സമയം ഇസ്രായേൽ ദൈവം വീണ്ടെടുത്ത് മുമ്പോട്ട് കൊണ്ടുവന്ന് സീനായി മലയിൽ വെച്ച് അഗ്നിമയമായൊരു പ്രമാണം ദൈവം കൊടുക്കുകയാണ്. ആ പ്രമാണം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആരംഭ സമയമാണ്. ആ സമയത്താണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് അഹരോനെ പുരോഹിതനായി ദൈവം ശുശ്രൂഷയ്ക്കായി വിളിക്കുന്നു. അതോടൊപ്പം തന്നെ അഹരോന്റെ പുത്രന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കത്തിച്ചതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? അഹരോന്റെ പുത്രന്മാർ പട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതതിൻ്റെ ആരംഭ സമയമാണ്. പിന്നീട് നമ്മൾ കാണുമ്പോൾ ഇസ്രായേൽ അവരുടെ വാഗ്ദത്ത ദേശത്തേക്ക് യോശുവയുടെ നേതൃത്വത്തിലേക്ക് പ്രവേശിച്ച് യെരിഹോവിനെ അവർ കീഴടക്കി. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം കഴിഞ്ഞ് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ആഖാനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ജനം ആ വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിച്ച ആ പ്രത്യേക സമയം, അതിൻ്റെ തുടക്കം കുറിക്കുന്ന സമയത്ത് നടന്ന ഒരു സംഭവം എന്നുള്ള നിലയിൽ അതിന് വളരെ പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടൽ പ്രത്യക്ഷമായിട്ട് അവിടെ ഉണ്ടാകുകയാണ്. ആഖാനെ ദൈവം ന്യായം വിധിക്കുന്നതായിട്ട് കാണുവാൻ ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവസഭയുടെ ആരംഭമാണ്. സഭ ഒരുമിച്ച് പ്രതിസന്ധികളെ അതിജീവിച്ച് അതിൻ്റെ ഇനാഗുറേഷൻ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാൾ വന്ന് ദൈവസഭ പരിശുദ്ധാത്മ നിറവിൽ കർത്താവിന് സാക്ഷ്യം വഹിപ്പാൻ അങ്ങോട്ട് തുടങ്ങുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴാണ് ആ ദൈവീയ ഇടപെടലിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വേണം ആ തിരുവെഴുത്തിനെ പഠിക്കാൻ. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം ഇടപെടുന്ന രീതിയുണ്ട്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ വിചാരിക്കുന്ന അങ്ങനെ ദൈവം ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും. അതേ ഞാൻ പറഞ്ഞത്, ആ ദൈവീയ ഇടപെടലിൻ്റെ ഓരോ കാലഘട്ടം നമുക്ക് ആ നിലകളിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവസഭയുടെ ആരംഭത്തിൽ അത് വളരെ ശക്തിയോടെ പ്രതിസന്ധികളുടെ നടുവിൽ ചെറിയ അളവിൽ അത് വളർന്നു പന്തലിക്കാൻ തുടങ്ങുന്നൊരു സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ നിലയിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു എന്ന് നാം അത് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയാണ് തിരുവെഴുത്തിനെ നാം പഠിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പഴയ നിയമ വേദഭാഗം ഞാൻ പറഞ്ഞതുകൊണ്ട് 1-2 കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഈ പഴയ നിയമത്തിലെ ആ വാഗ്ദത്ത ജനം ഇസ്രായേലിലേക്ക് കടക്കുന്ന സമയത്തുള്ള ആ സംഭവവും അതോടൊപ്പം തന്നെ ഈ സംഭവം കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ അത് രണ്ടും അവരുടെ മുന്നോട്ടുള്ള വിജയകരമായ ജൈത്രയാത്രയ്ക്ക് തടസ്സം നിൽക്കാവുന്ന ഒരു വലിയ സംഭവമായിരുന്നു. ഇതും അങ്ങനെ തന്നെയാണ്. ആഖാന്റെ വിഷയം നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അതിനെ അവർ വളരെ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായതുകൊണ്ട് ആ വിഷയത്തിൽ അവരതിനെ ജയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി നമ്മൾ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ സംഭവം അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. 2-3 കാര്യങ്ങൾ പല നിലകളിൽ നമുക്കതിനെ മനസ്സിലാക്കുവാൻ കഴിയും. ചരിത്രപരമായ ഒരു വിശകലനമാണ് ഞാൻ ആദ്യം നൽകിയത്. ദൈവസഭയുടെ വളർച്ചയ്ക്ക് പ്രാരംഭമായി നമ്മൾ കാണുന്ന എതിർപ്പ് അധികാരികളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഈ 5-ാം അധ്യായത്തിൽ അവർ നേരിടുന്ന ഒരു പ്രതിസന്ധി അവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ്. അത് മറ്റൊരു സാത്താൻ്റെ തന്ത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിനെയും അവർ സധൈര്യം നേരിടുന്ന കാഴ്ചയാണ് ആ അധ്യായത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു? അനന്യാസ്, സഫീറ, നമ്മൾ
മുമ്പ് വായിച്ചതുപോലെ ബർണ്ണബാസിനെ കുറിച്ച് വായിച്ചതുപോലെ തന്നെ ഈ ദൈവസഭയിലെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് വ്യക്തികളായിരുന്നു അവരും. സ്വാഭാവികമായും ബർണ്ണബാസിന് ലഭിച്ചതായ ഒരു പരിവേഷം അല്ലെങ്കിൽ ഒരു നല്ല പേര്, ബർണ്ണബാസിനെ കുറിച്ചാണല്ലോ 4-ാം അധ്യായത്തിലൊടുവിൽ നമ്മൾ വായിക്കുന്നത്. തനിക്കുള്ളതൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. നിശ്ചയമായിട്ടും അവരുടെ ഇടയിൽ ഒരു നല്ല പേരും നല്ല ഒരു സ്ഥാനവും ബർണ്ണബാസിന് ലഭിച്ചു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വളരെ ആത്മാർത്ഥമായി ചെയ്തൊരു കാര്യമാണ്. മനുഷ്യൻ എല്ലാ കാലത്തും നമുക്കറിയാം പേരിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന പല രീതികളുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മയൊക്കെ കർത്താവ് വിളിച്ചതിൻ്റെ ദൈവസഭയുടെ വലിയ ദൗത്യത്തിലൊരു ഭാഗമാണ് അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ അതിൻ്റെ തെറ്റായൊരു വശം കൂടെ നാം മനസ്സിലാക്കണം. പലരും നമുക്ക് കാണുവാൻ കഴിയുന്ന, നമുക്ക് വിഷമമുണ്ടാകുന്നൊരു കാര്യം, പല സഹായങ്ങളും അത് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി അതിൽ നിന്ന് ലഭിക്കുന്ന പേരും പ്രശസ്തിക്കും വേണ്ടിയൊക്കെ മനുഷ്യരങ്ങനെ ചെയ്യുന്നത് നമുക്കിന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ അനന്യാസിനെയും ആ നിലയിലായിരിക്കാം സ്വാധീനിച്ചത് എന്നൊരു കൂട്ടർ പറയുന്നു. ഈ ബർണ്ണബാസിന് ലഭിച്ചതായ ഒരു നല്ല പരിവേഷം അല്ലെങ്കിൽ നല്ലൊരു പേര് എനിക്ക് ലഭിക്കുമല്ലോ എന്ന് വിചാരിച്ചായിരിക്കാം ബർണ്ണബാസ് അതിനുവേണ്ടി മുതിർന്നത് എന്നുള്ളത് നമുക്ക് മുന്നോട്ട് വായിച്ചു വരുമ്പോൾ സംശയം ജനിപ്പിക്കുന്നൊരു കാര്യമാണ് എന്ന് കാണുവാൻ കഴിയും. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അവർ രണ്ടും പല സാമ്യങ്ങൾ അവർ തമ്മിലുണ്ട്. അനന്യാസും സഫീരയും ചെയ്തത് ബർണ്ണബാസ് ചെയ്തതുപോലെ തന്നെ അവർക്കുള്ള വസ്തുവകളൊക്കെ വിറ്റു. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യ സഫീരയോടുകൂടെ ഒരു നിലം വിറ്റു. അടുത്ത വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, 2-ാം വാക്യം. ഇവിടെയാണ് നമുക്ക് വ്യത്യാസം കാണുവാൻ കഴിയുന്നത്. ബർണ്ണബാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ തനിക്കുള്ളതൊക്കെ വിറ്റ് എന്ത് ചെയ്തു? 37-ാം വാക്യത്തിൽ, എന്നാൽ ലേവ്യൻ, യോസഫ് എന്ന ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്നാൽ അനന്യാസിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന വ്യത്യാസം എവിടെയാണ്? ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്ത് എന്ത് ചെയ്തു? എടുത്ത് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ ഇവിടെയാണ് ആ വ്യത്യാസം തുടങ്ങുന്നത്. കുറെ എടുത്ത് മാറ്റിവെക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് തനിക്ക് തന്നെ തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ യോശുവയുടെ പുസ്തകത്തിലെ ആ വാക്യം കൂടെ അതിനോട് ചേർന്നൊന്ന് വായിച്ചാൽ, യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചാൽ ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കുകൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം ഒന്ന് വായിക്കാമോ? 1-ാം വാക്യം. മതി. ശവദാർപ്പണം സംബന്ധിച്ച് ഒരകൃത്യം ചെയ്തു എന്ന് തുടങ്ങി താഴോട്ട് ആഖാനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സംഭവമാണ് 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ രണ്ടിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. അതായത് ദൈവഹിതത്തിന് വിരുദ്ധമായി അവർ ഒരു അംശം എടുത്ത് അത് സൂക്ഷിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടിന് വിരുദ്ധമായി ഇവിടെയും അനന്യാസ് ചെയ്തത് വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇനി താഴോട്ട് വരുമ്പോൾ ഈ ആഖാൻ ചെയ്ത അല്ലെങ്കിൽ ഈ അനന്യാസ് ചെയ്ത ഈ പ്രവൃത്തികൾ ഇത് തമ്മിൽ നമ്മൾ താരതമ്യം നോക്കുമ്പോൾ അത് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിന് അതേ വേർഡ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വേർഡൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ശരിക്കും ദൈവസന്നിധിയിൽ കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ കൊടുക്കുന്നു എന്ന നിലയിൽ അവരതിനെ എടുത്തു വെച്ചതുകൊണ്ട് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം നോക്കി ആ വേർഡ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. വഞ്ചിച്ചെടുക്കുകയോ മതി. അപ്പൊ ആ പദമാണ്, ആ സെയിം വേർഡാണ് ഗ്രീക്കിൽ, ആ സെയിം വേർഡാണ് ഇവിടെ 3 ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ അത് അനന്യാസിന്റെ തന്നെ വസ്തുവാണ്, അല്ലെങ്കിൽ അനന്യാസിന്റെ തന്നെ പണമാണ്. പക്ഷേ ദൈവസന്നിധിയിൽ അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കൊടുക്കുന്നു എന്നുള്ള മുഴുവനായി അത് അർപ്പിക്കുന്നു എന്നുള്ള വ്യാജത്തിൽ അല്പം എടുത്ത് വെച്ചതിനെ ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അത് വഞ്ചിച്ചെടുക്കുന്നു അല്ലെങ്കിൽ മോഷ്ടിച്ചെടുക്കുന്നു എന്നുള്ള വാക്ക് തന്നെയാണ്. ആഖാനെക്കുറിച്ചും അതാ പറഞ്ഞിരിക്കുന്നത്, അവൻ മോഷ്ടിച്ചെടുത്തു എന്ന് തന്നെയാണ് അവിടെ നമുക്ക് കാണുവാൻ. അപ്പോൾ പണം അപഹരിക്കുന്നു
അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ള വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ 2-3 കാര്യങ്ങൾ നമുക്കതിൽ നിന്ന്, ഈ സംഭവം നമുക്കറിയാവുന്നതുകൊണ്ട് 2-3 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പുതിയ നിയമസഭയ്ക്ക് പഠിക്കുവാനുള്ളത്. ഒന്ന്, അവരെ സംബന്ധിച്ച് പത്രോസ് അവരോട് ചോദിക്കുന്നുണ്ട്, ഇത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? 4-ാം വാക്യം, അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമായിരുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അല്പം മാത്രം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചിട്ട് മുഴുവൻ നൽകുന്നു എന്നുള്ള വ്യാജഭാവത്തോടുകൂടെ എന്തുകൊണ്ടാണ് നീ ഇത് ചെയ്യാനായിട്ട് മുതിർന്നത് എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. ദൈവത്തിന് സ്തോത്രം. അതാണ് വളരെ ചിന്തനീയമായൊരു കാര്യം. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്ക് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലൂക്കോസ് ആണെങ്കിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ പല വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഏറ്റവും അധികം ഈ ഒരു വിഷയത്തിൽ പ്രത്യേകമായി അവരെ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മനുഷ്യന്റെ കപടഭക്തിയെക്കുറിച്ച് വളരെയധികം നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ചെയ്യുന്നു എന്നുള്ള ഭാവേന മറ്റൊന്ന് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അതിനെ കപടഭക്തിയായിട്ട് അതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതിനകത്ത് ഏറ്റവും അധികം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നൊരു കാര്യം, ദൈവം വെറുക്കുന്ന, ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി ചെയ്ത ഈ കപട സ്വഭാവമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഭൗതിക കാര്യങ്ങളോട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ മനോഭാവത്തെക്കുറിച്ച് വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മനുഷ്യന്റെ ഭൗതിക ചിന്തകളും ചിന്താഗതികളെക്കുറിച്ചുമൊക്കെയുള്ള ഒരു വിശകലനം ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. എന്നാൽ അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യന്റെ ഉള്ളിലെ കപട ഭക്തി എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവര് ബർന്നബാസിനെ പോലെ തന്നെ ഒരു പെരുമ അവർ ആഗ്രഹിച്ചെങ്കിലും അത്രമാത്രം ഒരു ത്യാഗമനോഭാവം ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ബർന്നബാസിനെ സംബന്ധിച്ച് ആ ത്യാഗമനോഭാവത്തോടുകൂടെ തനിക്കുള്ളതെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ച് ആ ഒരു നല്ല പേര് താൻ സമ്പാദിക്കുമ്പോൾ അത്രമാത്രം ത്യാഗമനോഭാവമില്ലാതെ തന്നെ തൻ്റെ പേരിനു വേണ്ടി ശ്രമിക്കുന്ന ഈ അനന്യാസിനെ നമുക്ക്, ഇങ്ങനെയാണ് വാസ്തവത്തിൽ പിശാച് സാത്താൻ അവരുടെ ഹൃദയത്തെ കൈവശമാക്കി. 3-ാം വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും ഇവിടെ 2 പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നുണ്ട്. നോക്കുക, 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം. അപ്പൊ 3-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു എന്ന് പറഞ്ഞെങ്കിൽ 4-ാം വാക്യത്തിൽ ദൈവത്തോട് വ്യാജം കാണിച്ചു. അതിൽ ദൈവശാസ്ത്രപരമായി നമുക്ക് ഉറപ്പു നൽകുന്ന മറ്റൊരു കാര്യം, പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം, പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ള ചിന്തയും അതിനകത്ത് വളരെ വ്യക്തമാണ്. 3-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനോടാണ് വ്യാജം കാണിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിൽ 4-ാം വാക്യത്തിൽ നീ ദൈവത്തോട് വ്യാജം കാണിച്ചു. അത് നിശ്ചയമായിട്ടും അത് മനഃപൂർവ്വമായി തന്നെ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. കാരണം പരിശുദ്ധാത്മാവിന്റെ ദൈവത്തെയും കൂടെ ഉറപ്പിക്കുന്നൊരു വാക്യം കൂടെയാണ് ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ ഈ 3-4 വാക്യങ്ങളെന്നും നമ്മളത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ ഇവിടെ പത്രോസ് ചോദിക്കുന്ന ചോദ്യം, അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും. അവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ കപടഭക്തിയെക്കുറിച്ചുള്ളതായ ഒരു ചിന്ത നമുക്കവിടെ വരുന്നു. കർത്താവിനെ സേവിച്ച് ആത്മാർത്ഥതയോടെ പിൻപറ്റുന്ന ഒരു സമൂഹമായി എതിർപ്പുകളുടെ നടുവിൽ കർത്താവിനെ സാക്ഷിപ്പാനായി മുമ്പോട്ട് പോകുന്ന ഒരു വലിയ കൂട്ടം ജനം, അവരുടെ നടുവിൽ നടക്കുന്ന ഈ ഒരു സംഭവത്തെ അത്രയധികം ഗൗരവത്തോടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, പഴയ നിയമ പുതിയ നിയമ സംഭവങ്ങളെല്ലാം നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു കാര്യത്തിൻ്റെ ആരംഭമെന്നോണം ദൈവസഭയുടെ ആ പ്രഥമമായ ആ മുന്നേറ്റ കാലയളവിൽ തന്നെ ഉണ്ടായ ഒരു സംഭവം എന്നുള്ള നിലയിൽ ദൈവം നേരിട്ടവിടെ ആ വിഷയത്തിൽ ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുക. ചില വാക്യങ്ങൾ നമ്മൾ അതിനോട് ചേർന്ന് വായിക്കുമ്പോൾ നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാൻ നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലും ലൂക്കോസ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന 1-2 വാക്യങ്ങൾ സുവിശേഷത്തിൽ നിന്ന് നോക്കിയാട്ടെ. ലൂക്കോസ് 6-ാം അധ്യായത്തിലേക്ക് ഒന്നുകൂടി വരാം.
6-ാം അധ്യായം അതിന്റെ 42 മുതൽ ചില വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സ് 42. കപടഭക്തിക്കാരാ. നമുക്കറിയാം, ഇത് കപടഭക്തിക്കാരോട് ബന്ധപ്പെട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു പാസേജാണ് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 42-ാം വാക്യം. അവിടെ ഒന്നും നമുക്ക് അതിന്റെ വിശദീകരണം ആവശ്യമില്ല. വളരെ വ്യക്തമായി കർത്താവ് തന്റെ ശ്രോതാക്കളോട് ആ കാര്യം വ്യക്തമാക്കി കൊടുക്കുകയാണ്. 12-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് വീണ്ടും 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1 മുതൽ ചില വാക്യോടെ വായിച്ചാട്ടെ. പരീശന്മാരുടെയും പുളിച്ച മാവായ കപടഭക്തി നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം എന്ന് ശക്തമായി തിങ്ങിക്കൂടിയ ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് അവരെ ഉപദേശിക്കുന്നതായിട്ട് ആ അധ്യായത്തിൽ തന്നെ അതിന്റെ 56-ാം വാക്യത്തിലും അത് ആവർത്തിക്കുന്നുണ്ട്. 12-ന്റെ 56-ാം വാക്യം. ന്യായമായതെന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതെന്ത്. അപ്പോൾ കപടഭക്തിയെക്കുറിച്ച് വളരെ ഗൗരവമായ ചില പ്രസ്താവനകൾ കർത്താവ് ജനത്തെ ഉപദേശിക്കുന്നുണ്ട്, ജനത്തെ ബോധവാന്മാരാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കപടഭക്തിക്കാരോട് നേരിട്ട് ചോദിക്കുന്ന 13-ാം അധ്യായത്തിലെ വാക്യം നോക്കിയേ. 13-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. നമുക്കറിയാം, ആ സംഭവം നമുക്കറിയാം. കർത്താവ് സൗഖ്യം നൽകിയ ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുത്തി ഉണ്ടായ സംഭവത്തോട് ബന്ധപ്പെട്ട് കർത്താവ് ചോദിക്കുകയാണ്. കർത്താവരോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തന്റെ കാളയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലേ? അപ്പോൾ വളരെ വ്യക്തമായി കർത്താവ് കപടഭക്തിക്കാരോട് സംസാരിച്ച ചില ഭാഗങ്ങൾ ലൂക്കോസ് എടുത്തു പറയുന്നുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം വെറുക്കുന്ന, ദൈവം ഏറ്റവും അധികം അതേ നിശിതമായി വിമർശിച്ചതായ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മൾ വായിച്ച ഈ തിരുവചന ഭാഗവും ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും അധികം നമ്മെ ഓർപ്പിക്കുന്നൊരു കാര്യം അവർ ചെയ്ത, അനന്യാസ് സഫീറയും ചെയ്ത ആ പാപത്തിന്റെ കാഠിന്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. കേവലം അതൊരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രമല്ല, ഈ തിരുവെഴുത്തുകളോട് ചേർത്ത് ചിന്തിക്കുമ്പോഴാണ് മനുഷ്യനിലുള്ള കപടഭക്തിയെ ദൈവം എത്ര അധികമായി വെറുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെയെല്ലാം നടക്കുന്ന സംഭവങ്ങൾക്ക് അനന്തരമായ ചില ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നിടത്തെല്ലാം അനന്തരമായ ചില ഫലങ്ങൾ. പെന്തക്കോസ്താണെങ്കിലും അതിന് പിന്നീടുള്ള ഓരോ അനുഭവങ്ങളിലും ദൈവജനത്തിനുണ്ടാകുന്ന അനുഭവം. ഇവിടെ നമ്മൾ കാണുന്നത് 2 വാക്യങ്ങൾ ആവർത്തിച്ച് നമ്മൾ കണ്ടു. അടുത്ത വാക്യം നമ്മൾ 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്. 4-ാം വാക്യത്തില് അല്ലെങ്കിൽ 5-ാം വാക്യം വായിച്ച് ഈ വാക്ക് കേട്ടിട്ട് അതിന്റെ 11-ാം വാക്യം. അടുത്ത സംഭവത്തിന് ശേഷവും ഇത് ആവർത്തിച്ച് എഴുതിയിരിക്കുന്നു. ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. സഭയെന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയാണ്, 11-ാം വാക്യത്തിലാണ്. സർവ്വസഭയ്ക്കും. അസത്തിൽ സഭയുടെ ആരംഭം 1-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ 2-ാം അധ്യായം തൊട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിലും എക്ലീസിയ എന്നുള്ള സഭയുടെ ആ ഗ്രീക്ക് വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, ഫസ്റ്റ് ടൈം ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്യത്തിലാണ്. അപ്പോൾ അവിടെ വളരെ ശ്രദ്ധേയമാണ്. അതെന്തുകൊണ്ടാണ് മനഃപൂർവ്വം ലൂക്കോസ് ആ വാക്ക് അവിടെ ഉപയോഗിക്കാൻ കാരണം, ദൈവസഭയോടുള്ള ബന്ധത്തിൽ അത് വളരെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. ഒരൊറ്റപ്പെട്ട സംഭവമായിട്ടല്ല. ദൈവസഭയ്ക്ക്, അതെ, അതിൻ്റെ വളർച്ചയ്ക്ക് വിഘാതമായി നിന്ന ഈ സംഭവത്തോട് ദൈവം നേരിട്ട് പ്രതികരിക്കുന്നു എന്നുള്ള ചിന്തയാണ് നമുക്കവിടെ കാണുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, യോശുവയുടെ പുസ്തകത്തിലെ ആഖാന്റെ സംഭവം അത് തന്നെയാണ്. ഇസ്രായേൽ സഭ അതേ ഈ അധ്യായത്തിൽ തന്നെ അത് എടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്ന വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. നോക്കിയാട്ടെ, ആ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആ സന്ദർഭത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഭാഗം അതിൻ്റെ 1-2 കാര്യങ്ങളൊന്ന് നോക്കിയാട്ടെ. അതിൻ്റെ 7-ാം അധ്യായം 38-ാം വാക്യം വായിച്ച് 7-ന്റെ 38.
അല്ലല്ല, അപ്പോസ്തല പ്രവൃത്തി 7:38 ഈ സഭയെന്നുള്ള വാക്ക് ആവർത്തിച്ചിരിക്കുന്നത് മറ്റൊരു ഇൻസിഡന്റിനെ ഓർപ്പിക്കാനാണ്. 7:38. ആ ആ മരുഭൂമിയിലെ സഭയുണ്ടായിരുന്നോ? അപ്പൊ മരുഭൂമിയിലെ സഭ, അപ്പോൾ ആ പദങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദൈവസഭയുടെ ആ കണ്ടിന്യൂറ്റി അവിടെ പറയുകയാണ്. അപ്പോൾ യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തേക്ക് പ്രവേശിച്ച് എരിഹോവിനെ തോൽപ്പിച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് അവിടെ സഭയെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം, ദൈവത്താൽ ശേഖരിക്കപ്പെട്ട ജനം എന്നുള്ള അർത്ഥത്തിലാണ്. പുതിയ നിയമസഭയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ദൈവം വേർതിരിച്ച് കൊണ്ടുവന്ന ജനം. എക്ലീസിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണല്ലോ, ദൈവത്തിന്റെ ഉദ്ദേശത്തിനായി ദൈവിക പദ്ധതിക്കായി വേർതിരിച്ച ജനം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഈ വിഷയത്തെ പരിശുദ്ധാത്മാവ് വളരെ ഗൗരവമായി കാണുകയാണ്. അതായത് കാപട്യത്തോടുകൂടെ മുന്നോട്ട് വന്ന ഈ ഒരു സംഭവത്തെ ഗൗരവത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണുകയും അതിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ അത് ദൈവജനത്തോടുള്ള ബന്ധത്തിൽ അനന്യാസിന്റെ സഫീറയുടെയും വ്യക്തിപരമായ തെറ്റെന്നുള്ളതിനേക്കാൾ ദൈവജനത്തോട് ചെയ്ത അല്ലെങ്കിൽ ദൈവ സഭയോട് ചെയ്തൊരു തെറ്റായിട്ടാണ് നമ്മളതിനെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ എക്ലേസിയ എന്നുള്ള പദം ആദ്യമായിട്ട് ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ സഭയ്ക്കും ഭയമായി, സഭയിൽ അതവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി എന്ന് 2 പ്രാവശ്യം ഇവിടെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. സർവ്വസഭയ്ക്കും, ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തിനെതിരായിട്ടുള്ള ഒരു പാപമായിട്ട്, അതെങ്ങനെയാണ് ദൈവജനത്തിനെതിരായിട്ടുള്ള ഒരു പാപമായി മാറുന്നത്? നമ്മൾ ചിന്തിച്ച ഒരു വ്യക്തി ചെയ്യുന്ന ഒരു തെറ്റ് എങ്ങനെയാണ് ദൈവസഭയ്ക്കെതിരായിട്ടുള്ളൊരു തെറ്റായി മാറുന്നത്? അവിടെയാണ് നമ്മൾ 2-ാം അധ്യായം തൊട്ട് പഠിച്ചു വരുമ്പോൾ ദൈവാത്മ നിറവിൽ മുമ്പോട്ട് പോകുന്ന ദൈവസഭ അല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ കൂട്ടായ്മ ആചരിച്ചു പോകുന്ന ഒരു ജനം, സകലവും പൊതുവകയെന്ന് എണ്ണിക്കൊണ്ട് ഒരു ഓപ്പൺ ഫെലോഷിപ്പ്, തുറന്ന മനസ്സോടുകൂടെ സന്തോഷത്തോടുകൂടെ ഒരുമനപ്പെട്ടു പോകുന്ന ഒരു ജനത്തിൻ്റെ നടുവിലാണ് ഈ കാപട്യം നടക്കുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണ് ദൈവസഭയെ നമുക്ക് അവിടെ വിഭാവനം ചെയ്യാൻ കഴിയുന്നത്. അവിടെ ഉണ്ടായ ആ ഫോൾസ്ഹുഡ് എന്ന് പറയുന്നത് അവരുടെ ഫെലോഷിപ്പിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, അല്ലേ? എല്ലാവരും ഒരുപോലെ തുറന്ന മനസ്സോടുകൂടി അന്യോന്യം സ്നേഹിച്ച് പ്രാർത്ഥിച്ച് വൈരിയുടെ മുമ്പിൽ പതറാതെ മുമ്പോട്ട് പോകുന്നൊരു സന്ദർഭത്തെയാണ് നമ്മൾ കാണേണ്ടത്. ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നൊക്കെ വ്യത്യാസമായി നമ്മൾ ആ ഒരു സാഹചര്യത്തെ കാണണം. അങ്ങനെ ഒരുമനപ്പെട്ട് തുറന്ന മനസ്സോടുകൂടെ ആ ഫെലോഷിപ്പ് ആചരിച്ച് മുന്നോട്ട് പോകുന്ന വേളയിലാണ് ഇങ്ങനൊരു സംഭവം ഒരിടെ നടക്കുന്നത്. അവിടെയാണ് അതിൻ്റെ ഗൗരവം, അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. സാധാരണ അതിനെക്കുറിച്ച് പറയാനുണ്ട്, ഫോൾസ്ഹുഡ് റൂയിൻസ് ഫെലോഷിപ്പ് എന്നാണ്, അല്ലേ? ആ ഒരു തെറ്റായ ഇത് അവരുടെ ഫെലോഷിപ്പിനെ തന്നെ നഷ്ടപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് ദൈവസഭയ്ക്കെതിരായിട്ടുള്ളൊരു പാപമായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് കഴിയുന്നു. നമുക്ക് കാണുവാൻ കഴിയുന്ന നിശ്ചയമായിട്ടും അവരുടെ മുന്നോട്ടുള്ള കൂട്ടായ്മയെ അത് വളരെ ബാധിക്കാൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നത്. അവിടെയാണ് അതിൻ്റെ ആ ഗ്രാവിറ്റി ഓഫ് സിൻ, ആ പാപത്തിൻ്റെ, നമ്മൾ ഒരു കാഷ്വൽ റീഡിങ്ങിൽ പലപ്പോഴും തോന്നും, അല്ലെങ്കിൽ ആരംഭമൊക്കെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, ദൈവമേ നീ എന്താണ് ഇങ്ങനൊരു വലിയ ഇടപെടൽ ദൈവത്തിൽ നിന്നുണ്ടായത് എന്തുകൊണ്ടാണ് എന്നൊരു ചിന്ത നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ആ ജനത്തിന് ദൈവസഭയ്ക്കെതിരെയുള്ളൊരു പാപമായിട്ടാണ് അല്ലെങ്കിൽ അതിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവരുടെ ആ തുറന്ന കൂട്ടായ്മ ബന്ധത്തെയെല്ലാം നഷ്ടപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതാണ് ആ പാപത്തിൻ്റെ കാഠിന്യമെന്ന് പറയുന്നത്. രണ്ടാമതായിട്ട്, അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അനന്യാസിൻ്റെയും സഫീറയുടെയും കപടഭക്തി, അതെ, ദൈവിക ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു. ദൈവസഭയുടെ കൂട്ടായ്മയെ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന നിലയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു. ആ 2 ഭാഗത്തും നമ്മൾ ആവർത്തിച്ച് കാണുന്നു. ഇത് സർവ്വസഭയ്ക്ക്, ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കുന്നത്, മനസ്സാക്ഷി, മനുഷ്യൻ്റെ മനസ്സാക്ഷിയെക്കുറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ 24-ാം അധ്യായം, ആ പുസ്തകത്തിൽ തന്നെ 24-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 24-ന്റെ 16-ാമത്തെ വാക്യം. രണ്ടാമതൊരു കാര്യം,
വേദചിന്തകന്മാർ പറയുന്നത് പൗലോസ് ഇതേ പുസ്തകത്തിൽ തന്നെ തൻ്റെ എതിരാളികളുടെ മുമ്പിലായിരുന്നാലും നമുക്കറിയാം ധാരാളം സുവിശേഷ നിമിത്തം ശത്രുക്കൾ പൗലോസിനുണ്ടായിരുന്നു. ധാരാളം ആളുകളുണ്ടായിരുന്നു. അത് നിമിത്തം തന്നെ പല സന്ദർഭങ്ങളിൽ തന്നെ ജയിലിൽ കിടക്കേണ്ടി വന്നു. പലരും തന്നെ ഉപദ്രവിച്ചു. സ്വാഭാവികമായും അങ്ങനെ ധാരാളം ശത്രുത തൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ച ഒരാളാണ് പൗലോസ്. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ പൗലോസ് പറഞ്ഞ ഈ വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ ഫെലിക്സിന്റെ മുന്നിൽ പൗലോസ് സാക്ഷ്യം ദൈവത്തിന്റെ മുമ്പിൽ എന്നാണ്. ഒന്നുകൂടെ വാക്യം വായിക്കാം. 24:16 വാക്യമാണ്. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ശ്രമിക്കുന്നു. ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, പ്രയാസമുള്ളൊരു കാര്യമാണ്. അനന്യാസിനെ സഫീറിനെ സംബന്ധിച്ച് അവർ ആ ദൈവസഭയുടെ അംഗങ്ങളായിരുന്നു. എന്നാൽ ജീവിത വഴിമധ്യത്തിൽ അപ്പോൾ ഒരു പോസിബിലിറ്റി ഇവിടെ ദൈവവചനം നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. നമ്മുടെ മനസ്സാക്ഷി പല സംഭവങ്ങളോട് ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളോടുള്ള ബന്ധത്തിലായിരിക്കാം. യോഹന്നാന്റെ ലേഖനത്തിലൊക്കെ വരുമ്പോൾ വെളിച്ചത്തിൽ നിങ്ങൾ നടക്കുക, വെളിച്ചത്തിൽ ഉള്ളവരോടാണ് കൂട്ടായ്മ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അർത്ഥം കൂടി ഇതാണ്. ആ നല്ല മനസ്സാക്ഷിയോടുകൂടെ ജീവിക്കുവാൻ, ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധത്തിൽ അതിൻ്റെ ഇടയിലൊന്നും ചേർന്ന് വരാതെ മുന്നോട്ട് ജീവിക്കുക എന്നുള്ളൊരു ചെറിയ കാര്യമല്ല, എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ദൈവവചനം ആ മനസ്സാക്ഷിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഇതേ പുസ്തകത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പൗലോസ് അത് പറയുന്നത് കൊണ്ട് വളരെ പ്രത്യേകമായി നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണ്? പൗലോസിന് ഉള്ളതുപോലെ ശത്രുക്കൾ, ഒരുപക്ഷെ സുവിശേഷ നിമിത്തം ഉണ്ടായ ശത്രുതയൊന്നും നമ്മളിന്ന് അനുഭവിക്കുന്നില്ല. എന്നാൽ അത്രമാത്രം ശത്രുതയിൽ കൂടെ അല്ലെങ്കിൽ ഭീഷണിയിലൂടെ ഒക്കെ കടന്നു പോകുന്നൊരു മനുഷ്യനാണ്. എന്നാൽ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ശ്രമിക്കുന്നു. എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ശ്രമിക്കുന്നു. ദൈവമക്കളെ, ഈ അനന്യാസിന്റെയും സഫീറുടെയും സംഭവം നമ്മളോട് വാക്കും ഭാഷണം കൂടാതെ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്. വളരെ ശ്രമകരമായൊരു കാര്യമാണെങ്കിലും ദൈവം അത് കണക്കിടുന്നു എന്നുള്ളത് ഈ വചനത്തിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. വേദചിന്തകന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്, ദൈവം നമ്മുടെ മനസ്സാക്ഷി, നമുക്ക് നൽകിയിരിക്കുന്ന ആ മനസ്സാക്ഷിയെ നമ്മൾ തള്ളിക്കളയരുത്. നല്ല മനസ്സാക്ഷിയെ തള്ളിക്കളഞ്ഞവരെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ദൈവത്തോടും മനുഷ്യരോടുള്ള നമ്മുടെ ബന്ധത്തിൽ അതിന് മധ്യത്തിൽ മറ്റൊന്നും അതെ കടന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ അതെ അപായപ്പെടുത്തുവാൻ നമ്മൾ അനുവദിക്കരുത് എന്നുള്ളൊരു സന്ദേശവും ഇതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, കപട ഭക്തിയെക്കുറിച്ചുള്ള വീക്ഷണത്തിൽ നമുക്ക് ഈ വചനത്തെ മനസ്സിലാക്കുവാൻ ദ ഗ്രാവിറ്റി ഓഫ് സിൻ, അതിൻ്റെ ആ കാഠിന്യം എത്രമാത്രമുണ്ട്. അത് അനന്യാസിലും സഫീറയിലും വന്ന വ്യക്തിപരമായൊരു തെറ്റായി മാത്രം അതിനെ കാണാം. ദൈവസഭയോടുള്ള ബന്ധത്തിൽ അവരുടെ ഓപ്പൺ ഫെലോഷിപ്പിനെ തകർക്കുവാൻ വന്ന ഒരു വലിയ വിഷയമായി തന്നെയാണ് പരിശുദ്ധാത്മാവ് അതിനെ കാണുന്നത്. രണ്ട്, നമ്മുടെ മനസ്സാക്ഷിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ആ ചിന്ത അങ്ങനെ അവസാനിപ്പിക്കാം. മൂന്നാമത് നമ്മളിവിടെ വരുമ്പോൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ സഭയുടെ പ്രതികരണം എന്തായിരുന്നു? പത്രോസ് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡിസിപ്ലിൻ, ദൈവസഭയ്ക്ക് പ്രാരംഭ സമയം തൊട്ട് തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു അച്ചടക്ക നടപടികളുണ്ട്, അച്ചടക്ക ക്രമങ്ങളുണ്ട്. ഇവിടെയും പത്രോസ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. മൂന്നാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. ആ ആ ആ ആ ഒരുപക്ഷെ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പിന്നീട് ഇങ്ങനെയുള്ളതായ കർശനമായ ശിക്ഷണ നടപടികളെക്കുറിച്ചൊന്നും നമ്മൾ കാണുന്നില്ല. ദൈവ സ്നേഹത്തിൽ നമ്മൾ പലതിനെയും കാണുകയും വിലയിരുത്തുകയും ചെയ്യണമെന്നുള്ള ഒരു ഉപദേശമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഒരിടത്ത് മാത്രം, അത് നമ്മൾ എല്ലാ ആഴ്ചയിലും ദൈവം സഹായിച്ച് നമ്മളത് വായിക്കുന്നൊരു വേദഭാഗമാണ്. ഏതാണ്? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 30-ാം വാക്യം നമ്മൾ എല്ലാ ആഴ്ചയിലും വായിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുകയോ ചെയ്യുന്ന വാക്യമാണ്. ഏതാണത്? അതുകൊണ്ട് അയോഗ്യമായ അപ്പം തന്നെയോ കർത്താവിൻ്റെ പാനപാത്രം കുടിയും ചെയ്യുന്നവനെല്ലാം
കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടി. അടുത്ത വാക്യം, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര. ആ നിദ്രയെന്ന് പറയുന്നത്, ആ മരണമെന്ന് പറയുന്നത് ആ അയോഗ്യമായി കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കുന്ന നിമിത്തം അത് ഉണ്ടാകാമെന്നുള്ളൊരു പോസിബിലിറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് പിന്നീട് നമ്മൾ ഇങ്ങനെ കർശനമായൊരു ശിക്ഷാവിധിയെക്കുറിച്ച് പറഞ്ഞ, ഒരു ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അയോഗ്യമായി കർത്താവിൻ്റെ മേശയിൽ സംബന്ധിച്ചാൽ. പുതിയ നിയമത്തിൽ മറ്റൊരു അവസരം അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് ഈ ഭാഗം തന്നെയാണ്. അപ്പോൾ അയോഗ്യമായി കർത്താവിൻ്റെ മേശയെ സംബന്ധിച്ചാൽ അങ്ങനെ സംഭവിക്കാം എന്ന് അവിടെ പറഞ്ഞു. എന്നാൽ അത് നമ്മൾ ചെയ്യുന്ന കാര്യമല്ല, നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ദൈവമാണത് വിധിക്കുന്നത്. എന്നാൽ ദൈവസഭയുടെ ഡിസിപ്ലിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് പിന്നീട് നമ്മൾ കാണുന്നതൊക്കെ കൊരിന്ത്യർ 5 അധ്യായം 5 വാക്യം വായിച്ച് 1-2 എക്സാമ്പിൾ മാത്രം. 1 കൊരിന്ത്യർ 5:5, 1 തിമോഥെയോസ് 1:20 പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗം നോക്കി വേറൊരു ഡിസിപ്ലിൻ ദൈവസഭ എടുക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. യേശുവിന്റെ നാളിൽ ജഡസംഹാരത്തിനായി കൊരിന്ത്യ സഭയില് അധാർമികമായി നടന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ എടുത്തൊരു ഡിസിപ്ലിനറി ആക്ഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം ഒന്ന് വായിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്താണ് അവർ ചെയ്തത്, ആ ഡിസിപ്ലിനറി ആക്ഷൻ എന്തായിരുന്നു. ഒന്നിച്ചു കൂടിയിട്ട് അവനെ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. ഇനി തിമോഥെയോസിന്റെ ലേഖനത്തിലെ വാക്യങ്ങൾ വായിച്ച് 1 തിമോഥെയോസ് 1 അധ്യായം 20 വാക്യം. വാട്ട്സ് മീനിങ്, അതിന്റെ അർത്ഥം എന്താണ്? അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാനവരെ സാത്താന് ഏൽപ്പിച്ചിരിക്കുന്നു. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതൊരു ഡിസിപ്ലിനറി ആക്ഷനാണ്. പൗലോസ് എടുത്ത അല്ലെങ്കിൽ ദൈവസഭ എടുത്തൊരു ഡിസിപ്ലിനറി ആക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ദൈവസഭയ്ക്ക് ഡിസിപ്ലിനുണ്ട്, ഡിസിപ്ലിനറി ആക്ഷനുണ്ട്. അതിൽ അനന്യാസിനും സഫീറയ്ക്കും നേരിട്ടതുപോലൊരു സംഭവം ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ലെന്നേ പറയാൻ പറ്റൂ. എന്നാലൊരു പോസിബിലിറ്റി ഉണ്ട്. അതെവിടെയാ? കർത്തൃമേശയോട് ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മരണത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്നാൽ അതവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ കാര്യമല്ല. എന്നാൽ അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, അത് ദൈവമാണ് വിധിക്കുന്നത്. എന്നാൽ സഭയുടെ ഡിസിപ്ലിനോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്യമാണ് നമ്മളോട് വായിച്ചത്. അതെന്താണ്? രണ്ടിടത്തും പറഞ്ഞിരിക്കുന്നു സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു, അല്ലേ? എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇപ്പൊ ലാസ്റ്റ് വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കാം. 1 തിമോഥെയോസ് 1:20. അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു ദൂഷണം ഞാൻ പലപ്പോഴും വാക്യമായി ദൂഷണം പറയാൻ പഠിക്കണ്ട, പറയാതിരിക്കാനാ പഠിക്കണ്ടേ. പറയാൻ എളുപ്പമല്ലേ, പറയാതിരിക്കാൻ പഠിക്കണമെന്നാ. അപ്പൊ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാനവരെ സാത്താൻ ഏൽപ്പിച്ചു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ സാത്താൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥന്മാരുടെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് എക്സ്കമ്മ്യൂണിക്കേഷനാണ്. അതായത് ദൈവസഭയിൽ നിന്ന് അവരെ അകറ്റി മാറ്റി നിർത്തുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. സാത്താൻ ഏൽപ്പിക്കാറുണ്ട്, എക്സ്കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ചിന്ത ഇതാണ്, ദൈവരാജ്യം, ദൈവസഭയെന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ദൈവത്തിൻ്റെ ആധിപത്യമുള്ള ദൈവസഭയുടെ അംഗങ്ങളായ ഒരാൾ ഇരിക്കുമ്പോൾ അവനെന്തുണ്ട്? ദൈവസഭയുടെ സംരക്ഷണമുണ്ട്, ദൈവസഭയുടെ പ്രൊട്ടക്ഷനുണ്ട്, ദൈവിക കരുതലുണ്ട്. എന്നാൽ അതിൽ നിന്ന് അവൻ പുറത്തു പോകുമ്പോഴാണ് അവൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. അയ്യോ, എന്തിനാണ് അങ്ങനെ ഡിസിപ്ലിനറി ആയിട്ട് മാറ്റുന്നത്? എക്സ്കമ്മ്യൂണിക്കേഷൻ എന്തിനു വേണ്ടി? അവിടെ അവൻ മനസ്സിലാക്കണം, അയ്യോ, എനിക്ക് ലഭിച്ചിരുന്ന ആ പ്രൊട്ടക്ഷൻ, എനിക്ക് ലഭിച്ചിരുന്ന ആ പ്രാർത്ഥനയുടെ പിന്തുണ, എനിക്ക് ലഭിച്ചിരുന്ന ആത്മീയ സന്തോഷം ഇല്ലാതെ വരുമ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാക്കിയിട്ട് ആ വ്യക്തി എന്ത് ചെയ്യണം? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കൊരിന്ത്യരിൽ നമ്മൾ വായിച്ചു, അദ്ദേഹം എന്നേക്ക് നഷ്ടപ്പെടാനല്ല, പിന്നെ ജഡസംഹാരത്തിനായി, അങ്ങനെ ഒരു വാക്ക് അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവൻ പിന്നീട് മനസ്സിലാവും അവൻ്റെ ആ ജഡത്തിലുള്ള സ്വഭാവത്തെയെല്ലാം അവൻ തിരിച്ചറിഞ്ഞിട്ട്, അയ്യോ, ഞാൻ തെറ്റിപ്പോയി, എനിക്ക് ലഭിക്കേണ്ട ആത്മീയ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി, ആ ദൈവിക കരുതലിൽ നിന്ന് ഞാൻ പുറത്തു പോയെന്ന് അവന് കുത്തുണ്ടായിട്ട് എന്ത് ചെയ്യണം?
അവൻ തിരികെ വരണം. അതിനുവേണ്ടിയാണ്. 1 കൊരിന്ത്യർ 5:5 ഒന്നുകൂടെ വായിക്കാമോ? അത് ഒരിക്കലും അവനെ നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടിയല്ല. പിന്നെ ആത്മാവ് കർത്താവിൻ്റെ നാളിൽ. അപ്പോൾ ഫൈനലി ആ വ്യക്തി എന്ത് ചെയ്യണം? പിന്നീട് നമ്മൾ തെസ്സലോനിക്കയിലെ ലേഖനത്തിലും വായിക്കുന്നുണ്ട്, തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ കുറിച്ചുള്ള അവരോടുള്ള ബന്ധത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഈ 2 ഭാഗങ്ങൾ സാത്താൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാചകം നേരിട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പാടുണ്ടെങ്കിലും അതിൻ്റെ പൊതുവായൊരു വിശദീകരണത്തിൽ വേദചിന്തകന്മാർ പറയുന്നത് സെക്സ് കമ്മ്യൂണിക്കേഷൻ, നമ്മളവരെ അകറ്റി നിർത്തുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ സഭാന്തരീക്ഷത്തിലൊക്കെ അതിനെത്രത്തോളം പ്രായോഗികതയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു സഭ ഒരാളെ അകറ്റി നിർത്തിയാൽ 10 സഭ കൈനീട്ടി സ്വീകരിക്കാനുണ്ട്, അത് വേറൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ ആദിമസഭ ചെയ്തത് അങ്ങനെയാണ്. അവൻ അതിൽ നിന്ന് മാറുമ്പോഴാണ് അയ്യോ എൻ്റെ ആ പ്രാർത്ഥനയുടെ അനുഭവം പോയല്ലോ, എനിക്ക് ആ ഉള്ള സംരക്ഷണം നഷ്ടപ്പെടുന്നു അല്ലേ. എന്തിനാ നമ്മൾ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി നോക്കിയ ഒരു സമയത്ത് നമ്മൾ അനുഭവിച്ച ആത്മീയ സന്തോഷം അന്നൊക്കെ ഇറങ്ങി തിരിച്ച നാളിൽ ഒരു സഭായോഗം മുടക്കിയാൽ അയ്യോ എന്തോ നഷ്ടബോധമായിരുന്നു നമുക്കില്ലേ. ഒരു മീറ്റിങ്ങിന് പോയില്ലെങ്കിൽ, ഒരാഴ്ച പോയില്ല. ഇപ്പോൾ കഴിഞ്ഞിടയിൽ ഒരാളെ കണ്ടു പറഞ്ഞു, പക്ഷേ അന്നൊക്കെ ഒരു ഞായറാഴ്ച ലഭിക്കുന്ന ആത്മീയ പോഷണമാണ് അടുത്തൊരാഴ്ച വരെ പ്രതികൂലങ്ങളെയൊക്കെ ജയിച്ച് നിൽക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടായ്മയും ആ സന്തോഷവും ആ പ്രാർത്ഥനയും ആ തുറന്ന മനസ്സോടെയുള്ള ആ സഹകരണമൊക്കെ നമ്മെ വിശ്വാസ ജീവിതത്തിൽ നടത്തിയ വഴികൾ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതില്ലാതെ പോകുമ്പോൾ ഉണ്ടായ അനുഭവം നമുക്ക് ഓർക്കാൻ കഴിയും ഇല്ലേ. ഞാൻ പറഞ്ഞു വന്നത് ആ നിലയിലാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവരെ അപ്പോൾ ഡിസിപ്ലിനെ ഇനിയും കർത്താവ് പറഞ്ഞത് എന്താണ്? ഇങ്ങനെ ഒരു കാര്യം കർത്താവ് തന്ന പ്രാക്ടിക്കലായിട്ട് കർത്താവ് നമ്മെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം. ഇത് നമ്മൾ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ വന്നപ്പോഴുള്ള ഡിസിപ്ലിൻ ആണെങ്കിൽ ഇതിനെല്ലാം ബേസ് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യം തന്നെയാണ്. 18-ാം അധ്യായം 15 മുതൽ ഒന്ന് വായിച്ച മത്തായിയുടെ സുവിശേഷം. അപ്പോൾ ഡിസിപ്ലിനെ കുറിച്ച് കർത്താവ് നമ്മെ പഠിപ്പിച്ചൊരു പ്രിൻസിപ്പിളുണ്ട്. ഇതെല്ലാം ആ പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നീ മാത്രം അവനും മാത്രം ഉള്ളപ്പോൾ അവനെ ബോധ്യപ്പെടുത്തണം. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ ആ സഹോദരനെ നേടി. പിന്നെ കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികൾ 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലണം. അവരെയും കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കണം. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കണം. ഇത് കർത്താവ് പറഞ്ഞതാണ്. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. ദാറ്റ് മീൻസ് സീക്രട്ട് സിന്ന് സീക്രട്ടായിട്ട് കൈകാര്യം ചെയ്യുക, പ്രൈവറ്റ് സിന്ന് പ്രൈവറ്റായിട്ട് കൈകാര്യം ചെയ്യണം, പബ്ലിക്കായിട്ട് വരുന്ന പബ്ലിക്കായിട്ട് കൈകാര്യം ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു പോളിസി. അപ്പോൾ നോക്കുക, അപ്പോൾ ഈ ഡിസിപ്ലിനറി ആക്ഷനെ കുറിച്ച് ഇപ്പം നമ്മൾ ഈ കണ്ട അനന്യാസിനോട് ബന്ധപ്പെട്ട് ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ടതായ ഡിസിപ്ലിൻ, അതിനെക്കുറിച്ചും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപക്ഷെ അത്ര നിലയിലുള്ള നേരിട്ടുള്ളൊരു ദൈവിക ഇടപെടലിലേക്കോ ഒരു മരണനിദ്രയിലേക്കോ ഉള്ള ഒരു ദൈവിക ന്യായവിധിയെക്കുറിച്ച് നമുക്ക് പിന്നീട് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും കർത്തൃമേശയോട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ടെങ്കിലും ദൈവസഭയ്ക്ക് നിശ്ചയമായിട്ടും ഒന്നുണ്ട്, ഒരച്ചടക്കമുണ്ട് എന്നുള്ളത് നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എല്ലാ കാലത്തും ദൈവത്തിൻ്റെ സഭയെ ദൈവം നടത്തുന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരട്ടെ. നമ്മൾ മനസ്സിലാക്കുവാൻ ചില കാര്യങ്ങൾ ദൈവിക ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ചില വേദഭാഗങ്ങൾ വായിച്ചെന്നേ ഉള്ളൂ. എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് സാത്താൻ്റെ ഒരു പദ്ധതി ആയിരുന്നു എന്നുള്ളത് ആ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ ഒരു പക്ഷേ ഒരു അനന്യാസും സഫീറയും അതിന് പാത്രീഭൂതരായി തീർന്നു എന്നുള്ളത് സത്യമാണെങ്കിലും 3-ാം വാക്യം ഒന്നുകൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. 3-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോട്ടെ. അപ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും സാത്താൻ നിന്റെ ഹൃദയം. ദൈവമക്കളെ, വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവിക പദ്ധതിക്കെതിരായിട്ട് ദൈവസഭയുടെ, നമ്മൾ ഈ ചരിത്രപരമായി നമ്മൾ ആദ്യമേ ഓർപ്പിച്ചതുപോലെ സഭയുടെ വളർച്ചയെ തടയുവാൻ അധികാരികളിൽ നിന്നുള്ള വലിയ എതിർപ്പ് നേരിടുന്നൊരു സന്ദർഭമാണ്. റോമൻ ഗവൺമെൻറ് അവർക്കെതിരാണ്, സന്നിഹിതനീ സംഘം എതിരാണ്, നാട്ടുകാരെല്ലാം എതിരാണ്. അതിൻ്റെ മധ്യത്തിലാണ് അവർ പ്രാർത്ഥിച്ച് വളരെ ശക്തിയോടെ സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സന്ദർഭത്തെ അവർക്ക് നേരിടേണ്ടി വരുന്നത്. അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു വലിയ പ്രതിസന്ധി അവർക്ക് നേരിടേണ്ടി വരുന്നു, അതിനെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതിനെ
പരിശുദ്ധാത്മാവിൽ പത്രോസ് അതിനെ മനസ്സിലാക്കുന്നത് സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്. ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമ ഭാഗങ്ങളിൽ സാത്താൻ എന്ന വേർഡ് എടുത്തുപയോഗിച്ചിരിക്കുന്നത് വളരെ വിരളമായ അത്യാവശ്യമായ ചില സന്ദർഭങ്ങളിലാണ്. ഇവിടെ അത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കി. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധേയമായി അതിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇവരുടെ രണ്ടുപേരുടെ അനുഭവം നമ്മൾ നോക്കുമ്പോൾ, പ്രത്യക്ഷത്തിൽ അവർ ആത്മീയരെന്ന് തോന്നിയാലും, പ്രത്യക്ഷത്തിൽ ആത്മീയമായ കാര്യങ്ങളാണ് അവർ ചെയ്തു എന്ന് തോന്നിയാലും, ദൈവം ആഗ്രഹിച്ച ദൈവീയ വിശുദ്ധിക്ക്, ദൈവീയ പദ്ധതിക്ക് ചേരാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കോപത്തിന് അവർ ഇരയായി എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം വരാൻ പോകുന്ന ദൈവീയ ന്യായവിധിയുടെ ഒരു മുന്നറിയിപ്പും കൂടെയാണ്. ഇപ്പം നമ്മളിന്ന്, ഞാൻ പറഞ്ഞല്ലോ, കൃപായുഗത്തിൽ ജീവിക്കുന്നു. ഒരുപക്ഷെ സഭയുടെ ആരംഭ സമയമായിരുന്നതുകൊണ്ട് അത്ര പ്രത്യക്ഷത്തിൽ ഒരു ദൈവീയ ഇടപെടലുണ്ടായെങ്കിൽ ഇന്നൊരു പക്ഷേ ആ നിലയിലൊന്നും ദൈവം നമ്മളോട് പെരുമാറുന്നില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദൈവം എല്ലാം അറിയുന്നുണ്ട്. വരാൻ പോകുന്ന ഒരു ന്യായവിധിയുടെ മുന്നറിയിപ്പും കൂടെ ഇതിനകത്തുണ്ട് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ഈ കർത്താവിന് മുമ്പിൽ നാം എല്ലാവരും ഒരു ദിവസം നിൽക്കേണ്ടവരാണെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കുവാൻ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഈ സംഭവത്തെ പല നിലയിൽ വീക്ഷിക്കുന്നവരുണ്ട്. ഈ സംഭവത്തെ തന്നെ, അപ്പോസ്തല പ്രവൃത്തിയിലെ ഈ സംഭവത്തെ തന്നെ ഒരു കൂട്ടർ പറയുന്നത് ഇതൊരു ലെജൻഡറി ആയിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നവരുണ്ട്. തിയോളജൻസ് തന്നെ പറയുന്നൊരു കൂടി ഇതൊരു ലെജൻഡറി ഫിഗേഴ്സാണ്, അങ്ങനെ നടന്നൊരു സംഭവം അല്ലെന്ന് വാദിക്കുന്നവരുണ്ട്. അങ്ങനെ പല കാഴ്ചപ്പാടുമുണ്ട്. എന്നാൽ നാം ദൈവവചനത്തെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരാണ്. ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത് വരാൻ പോകുന്ന ഒരു ദൈവിക ന്യായവിധി ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം കൂടെയാണ്. ഒരു ദിവസം നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന, നമ്മുടെ ജീവിതത്തെ ആകമാനം ശോധന ചെയ്യുന്ന ദൈവത്തിന് മുമ്പാകെ ആ ന്യായവിധിയുടെ സന്നിധിയിൽ, ആ സിംഹാസനത്തിൽ ഒരു ദിവസം ഞാനും നിങ്ങളുമെല്ലാം മനുഷ്യൻ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു. വചനം എത്ര ശക്തമായി നമ്മെ ഒരുപക്ഷെ ആ ഒരു മുന്നറിയിപ്പും കൂടെ ഈ ഭാഗം നമുക്ക് തരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നവനാണ്. കർത്താവ് നമ്മോട് ക്ഷമയുള്ളവനാണ്. ദൈവം നമ്മോട് കരുണയുള്ളവനാണ്. അതുകൊണ്ടാണ് നാം ജീവനോട് ഇരിക്കുന്നത്, യാതൊരു സംശയമില്ല. എന്നാൽ എപ്പോഴും അനുതാപമുള്ളൊരു ഹൃദയത്തോട് ദൈവത്തിനെ ജീവിപ്പാനും ദൈവഭയത്തോടുകൂടെ നമ്മുടെ ഈ മരുഭൂവാസം കഴിക്കുവാനും ഈ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു എന്നുള്ളതിന് നമുക്ക് രാമേൻ പറയാനായിട്ട് സാധിക്കുമോ? ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ ഇതിനായിട്ട് സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ഇന്ന് രാത്രിയിൽ അടയ്ക്കാം. ഈ തിരുവചന ഭാഗത്തു നിന്ന് പല ചിന്തകൾ നമുക്ക് കേൾക്കുവാനിടയായിട്ടുണ്ട്. എന്നാൽ അന്ന് 2-3 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. ഒന്ന്, ദ ഗ്രാവിറ്റി ഓഫ് സിൻ. അന്ന് അവർ ചെയ്ത ആ പാപത്തിൻ്റെ കാഠിന്യം എന്താണ്? കേവലം അതിനെ വ്യക്തിപരമായി മാത്രം കാണാതെ വളർന്നു വന്ന ദൈവസഭയോടുള്ള കൂട്ടായ്മ ബന്ധത്തോടുള്ള അവരുടെ പാപമായി, കൂട്ടായ്മയ്ക്കെതിരായിട്ടുള്ള, അവർ ഓപ്പൺ ഫെലോഷിപ്പിനെതിരായിട്ടുള്ളതായ ദൈവസഭയോടുള്ള ബന്ധത്തിൽ വലിയ ഗൗരവമായ ഒരു പാപമായിട്ടാണ് ബൈബിളിൽ ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5:11 ദൈവസഭ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടാമതായിട്ട് മനസ്സാക്ഷിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ദൈവമക്കളെ, തിരുവഴുത്തിൽ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ് വിശ്വാസക്കപ്പൽ തകർന്നു പോയവരെക്കുറിച്ച് ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്കൊരു മനസ്സാക്ഷി തന്നിട്ടുണ്ട്. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി നമ്മാലാവോളം ദൈവസന്നിധിയിൽ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമതായി നമ്മൾ കണ്ടത്, ദൈവത്തിന് സ്തോത്രം, ഒടുവിലായി നമ്മൾ ചിന്തിച്ചത്, അവരുടെ ജീവിതത്തിൽ അവർ മുന്നോട്ട് വന്നപ്പോൾ അവർക്ക് നേരിട്ട അനുഭവത്തിൽ ദ നെസസിറ്റി ഓഫ് ചർച്ച് ഡിസിപ്ലിൻ, ദൈവസഭയ്ക്കുണ്ടായിരിക്കേണ്ടതായ ആ ഡിസിപ്ലിനെ കുറിച്ച്, അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ആ കാര്യത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദൈവസഭയുടെ ചില നടപടിക്രമങ്ങളെക്കുറിച്ചും നമുക്കത് ചിന്തിപ്പാനിടയായി. എല്ലാറ്റിനും ഒടുവിൽ ഒരുപക്ഷെ നമുക്കിന്ന് മനുഷ്യരെ മറച്ച് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരാം. ഒരുപക്ഷെ ഇങ്ങനെയുള്ളതായ പെട്ടെന്നുള്ള ഡിസിപ്ലിനറി ആക്ഷനൊന്നും പല നിലകളിൽ നമുക്ക് നേരിടുന്നില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മറക്കരുത്, ഇത് ഒരു ന്യായവിധിയെ സൂചിപ്പിക്കുന്നുണ്ടെന്നത് സ്പഷ്ടമാണ്. കർത്താവ് ഇന്നും ജീവിക്കുന്നവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. കർത്താവിൻ്റെ മുമ്പിൽ നാം വെളിപ്പെടുന്നൊരു ദിവസം നമ്മുടെ മുമ്പിൽ വരുന്നത് കൊണ്ട് ഭക്തിയോടെ ഭയത്തോടെ നമ്മുടെ വിശ്വാസ ജീവൻ നയിപ്പാനും ഈ തിരുവചന ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സഹോദരന്മാരെ, ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ.